ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ പുറത്തുനിന്ന് എടുക്കണോ അതോ ഷോറൂമിൽ നിന്ന് തന്നെയുള്ള ഇൻഷുറൻസ് എടുത്താൽ മതിയോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ 2 ആഴ്ച മുമ്പ് എൻ്റെ ഈ വണ്ടി സൈഡിൽ ജസ്റ്റ് നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ വേറൊരു ബുള്ളറ്റ് കൊണ്ടുവന്ന് ബാക്കിൽ ചാർത്തി വീണു, ഹാൻഡിൽ ബെൻഡായി. കാരണം ഇതിൻ്റെ ക്രാഷ് ഗാർഡ് ഒരു കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗത്താണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഇമ്പാക്റ്റും ഹാൻഡിൽ ബാർ എടുത്തു. എന്നിട്ട് ഹാൻഡിൽ ബാർ ബെൻഡായിട്ട് നേരെ വന്ന് ടാങ്കിലിടിച്ചു. ടാങ്കും ബെൻഡായി, ടാങ്കിന് ചെറിയൊരു ഡെൻറ്റ് വന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഷോറൂം വിളിച്ചു. ഏകദേശം ഹാൻഡിൽ ബാറിന് 1000 രൂപ, ടാങ്ക് റീപ്ലേസ്മെൻറ്റിന് 15000 രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 16000 രൂപയുടെ ഒരു കോസ്റ്റ് വരും. അപ്പോൾ എന്തായാലും ഇൻഷുറൻസ് ഉണ്ട്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പുറത്തുനിന്നാണ് ഇൻഷുറൻസ് എടുത്ത്, ന്യൂ ഇന്ത്യയുടെ ഇൻഷുറൻസ് ആണ് ഞാൻ പുതുക്കി എടുത്തത്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്താലുള്ള ചൊറകളും അത് എന്തൊക്കെ നമ്മൾ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മേജറായിട്ട് ആക്സിഡൻറ്റ് വരുന്നതിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ ഇനി ഷോറൂമിൽ നിന്ന് എടുത്താണെങ്കിലും പുറത്തുനിന്ന് എടുത്താണെങ്കിലും പോലീസ് കേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ അതിനെക്കുറിച്ചല്ല, ചെറുതായിട്ടൊക്കെ തട്ടി നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡാമേജൊക്കെ വരുന്ന അങ്ങനത്തെ ഒക്കെ കേസൊക്കെ ആണെങ്കിലാണ് ഉള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്താൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട് എന്നതിനെക്കുറിച്ച്, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ തട്ടിയപ്പോൾ തന്നെ ഷോറൂമിൽ വിളിച്ചു, എത്രയാണ് പ്രൈസ് എന്നുള്ളത് അറിഞ്ഞു. എത്ര ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ, ശരിയാക്കി എടുക്കാൻ എത്ര എമൗണ്ട് വരും എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ക്ലെയിമിന് ഇടണോ ഇടേണ്ട എന്നുള്ളത്. ഒരു 1000 രൂപ റേഞ്ചിലൊക്കെ ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ഇടേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ക്ലെയിമിന് നമ്മൾ ഇടുമ്പോൾ നമുക്കൊരു ക്ലെയിം ചാർജ്, അതേപോലെ തന്നെ കൺസ്യൂമബിൾസ് ചാർജ്, പിന്നെ അതേപോലെ തന്നെ അടുത്ത ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് നോ ക്ലെയിം ബോണസ് എന്നുള്ളൊരു പൈസ കുറവ് വരാനുണ്ട്. അപ്പോൾ അത് ക്ലെയിം ഇടുന്നതോടുകൂടി ആ പൈസ നമുക്ക് കുറവ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 1000 റേഞ്ചിലൊക്കെ എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ എമൗണ്ടിനൊക്കെ ആണെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെറുതെ ക്ലെയിം ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എൻ്റെ വണ്ടിക്കൊക്കെ സംഭവിച്ച പോലെ ഇപ്പോൾ ഞാൻ ഷോറൂം വിളിച്ചപ്പോൾ ഏകദേശം 16000 രൂപ ആകും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയല്ലോ. അപ്പോൾ എന്തായാലും ക്ലെയിമിന് ഇടാം എന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ ക്ലെയിമിന് ഇടാമെന്ന് ഉറപ്പിച്ചാൽ ഷോറൂമിൽ നിന്നാണ് ഇൻഷുറൻസ് എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഷോറൂമിൽ കൊണ്ടുപോയെടുക്കുക, ബാക്കി അവർ നോക്കിക്കോളും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറച്ച് എമൗണ്ട് നമുക്ക് ചിലവാകും, അത്ര വരുള്ളൂ. ബാക്കി എല്ലാ ചൊറകളും ഷോറൂമുകാരും ഇൻഷുറൻസുമായിട്ട് ഡയറക്റ്റ് ഡീലാക്കിക്കോളും, നമ്മളൊന്നും അറിയണ്ട. നേരെ മറിച്ച് പുറത്തുനിന്നാണ് എടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് ഇൻഷുറൻസ് എടുത്ത് അവരെ വിളിക്കുക, എന്നിട്ട് ഇങ്ങനൊരു സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ എൻ്റെ കേസിൽ എന്നോട് പറഞ്ഞത് മാക്സിമം അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുക, തട്ടിയ വണ്ടിയുടെയും തട്ടിയതിൻ്റേതും അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഒക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ എനിക്ക് അതൊന്നും യൂസ്ഫുള്ളായിട്ട് വന്നിട്ടില്ല. എനിക്ക് ആകെ തട്ടിയ വണ്ടിയുടെ നമ്പർ മാത്രമാണ് യൂസ് ആക്കേണ്ടി വന്നിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ ചെറിയ ആക്സിഡൻ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല. എന്തായിരുന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതൊക്കെ എടുത്ത് വെക്കുക. പിന്നെ അതിന് ശേഷം വണ്ടി ഷോറൂമിൽ പോവുക, എന്നിട്ട് എസ്റ്റിമേറ്റ് ഇടാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഷോറൂമിൽ വിളിക്കുക, അങ്ങനെ ഷോറൂമിൽ വണ്ടി എത്തിക്കുക. വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന സിറ്റുവേഷനാണെങ്കിൽ ഓടിച്ച് പോവുക, അതല്ലെങ്കിൽ വണ്ടി കെട്ടി വലിച്ച് കൊണ്ടുപോവുക, ഷോറൂമിൽ എത്തിക്കുക. ഷോറൂമിൽ എത്തിച്ചതിന് ശേഷം അവർ എന്തൊക്കെയാണ് ഡാമേജ് എന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ അതിനനുസരിച്ച് ഇത്ര എമൗണ്ട് അതിൻ്റെ മെറ്റീരിയലിൻ്റെ കോഡും ഒക്കെ വെച്ചിട്ട് അവർ ഒരു എമൗണ്ട്, ഒരു എസ്റ്റിമേറ്റ് ഇടും. എന്നിട്ട് ഈ എസ്റ്റിമേറ്റും കൊണ്ട് ഇൻഷുറൻസ് കമ്പനികളുടെ ബ്രാഞ്ചുകളുണ്ടാവും, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് ഇത് കൊടുക്കുക. അപ്പോൾ അവരൊരു ക്ലെയിം ഇൻറ്റിമേഷൻ ഫോം തരും. ആ ഇൻറ്റിമേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്ലെയിം ഫോം തരും. ക്ലെയിം ഇൻറ്റിമേഷൻ ഫോം ആദ്യം, പിന്നെ ക്ലെയിം ഫോം തരും, അതും ഫില്ല് ചെയ്യുക. ഈ എസ്റ്റിമേറ്റ് ഇട്ടതും അതേപോലെ തന്നെ നമ്മുടെ ലൈസൻസ്, ഓടിച്ച ആളുടെ ലൈസൻസിൻ്റെ കോപ്പി ഒറിജിനലൊക്കെ വേണം. അതേപോലെ തന്നെ RCയുടെ ഒറിജിനൽ കോപ്പി, പിന്നെ അതേപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ കോപ്പി, ഇതെല്ലാം കൂടി അവിടെ ഏൽപ്പിക്കുക. പിന്നെ എന്നോട് ഒരു 2 ഡാറ്റയും കൂടി എക്സ്ട്രാ ചോദിച്ചു. എൻ്റെ ആധാർ കാർഡിൻ്റെ ഒറിജിനലും കോപ്പിയും, അതേപോലെ തന്നെ നമ്മൾ ഈ ക്ലെയിം എമൗണ്ട് നമുക്ക് പൈസ ആയിട്ട് വരണമല്ലോ, ആ അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പിയും എന്നോട് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ഒറിജിനൽ അവർ ചോദിക്കുന്നത് അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെരിഫൈ ചെയ്ത പാടെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രം അവർ വാങ്ങിയിട്ട് ബാക്കി നമുക്ക് തരുന്നതാണ്. അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള പരിപാടി നമ്മൾ കഴിഞ്ഞു. പിന്നെ അവരാണ് സർവേർ അയക്കുന്നതൊക്കെ. സർവേർ നമ്മളെ വിളിക്കും, ഷോറൂം അഡ്രസ്സൊക്കെ നമ്മൾ ഈ ക്ലെയിം ഫോമിൽ കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അവർ ഷോറൂമിൽ പോയിട്ട് വിസിറ്റ് ചെയ്യും. ഈ സമയത്ത്, അതായത് നമ്മുടെ വണ്ടി അവിടെ കൊടുത്തല്ലോ, എന്നിട്ട് എസ്റ്റിമേറ്റ് ഇട്ടല്ലോ,
അത് മുതൽ വണ്ടി ഷോറൂമിൽ ഇരിക്കുക കേട്ടോ. പിന്നെ നമ്മൾക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. പിന്നെ സർവേയർ അവിടെ ആ ഷോറൂമിൽ പോയിട്ട് വണ്ടി കാണും, എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ട് അവർ നമുക്ക് ക്ലെയിമിന് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ റീപ്ലേസ്മെൻറ്റ്, റിപ്പയർ എന്നൊക്കെ നോക്കിയിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഈ സർവേയർ പോയി കഴിഞ്ഞാൽ പിന്നെ ഷോറൂമുകാർക്ക് നമ്മളൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. നമ്മൾ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പിന്നെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള മൊത്തം എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതിന് ശേഷം നമ്മുടെ ക്ലെയിമൊക്കെ അപ്രൂവ് ആയിട്ട് വന്നതിന് ശേഷം ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ഇത്രയാണോ അവർ കാണിക്കുന്ന എമൗണ്ട്, ക്ലെയിം ചാർജ് ഇതിനൊക്കെ എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ഇടുകയാണ് ചെയ്യുക. അവർ കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഷോറൂമിൽ നിന്ന് എടുക്കണോ അതല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കണോ എന്നുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ രണ്ട് റിസ്ക്, അതായത് നമ്മുടെ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഡോക്യുമെൻസും അതേപോലെ തന്നെ ക്ലെയിം ഫോമും സംഭവങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ, അതിനൊക്കെ പോസിബിളായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാഞ്ചുകളൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റ് എന്തെങ്കിലും വന്നാൽ അത് റിപ്പയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ശരിയാക്കി എടുക്കാനുള്ള എമൗണ്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പേ ചെയ്യാനുള്ള ഇത് ഓക്കെ അല്ലേ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. നമുക്ക് ചെറിയൊരു എമൗണ്ട് കുറവ് കിട്ടും. എൻ്റെ കേസിൽ 4200 റേഞ്ചിലായിരുന്നു ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, ബമ്പർ ടു ബമ്പർ എടുക്കുകയാണെങ്കിൽ പറഞ്ഞിരുന്നത്. പുറത്തുനിന്ന് ന്യൂ ഇന്ത്യ വെച്ചിട്ട് എടുത്തപ്പോൾ എനിക്ക് ആകെ 2600 രൂപയാണ് ചിലവ് വന്നത്. അതായത് ഏകദേശം ഒരു 1600 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്തുകൊണ്ട് തന്നെ. ഇനി ചിലപ്പോൾ കാറുകളുടെ കേസൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും എമൗണ്ടിൽ മാറ്റം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളത് പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.